ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇമ്മാക്കി ഒരു കുരു കഴിയുമ്പത്തിന് അടുത്ത കുരു വന്നോണ്ടേ നിക്കും ഇല്ലടാ. കണ്ടക ബുധൻ എന്താ ഉണ്ടായത് വല്യമ്മ പറഞ്ഞു കൊടുക്കി. എന്താ പറഞ്ഞു കൊടുക്കി മാമ രാവിലെ നീച്ചപ്പോ എന്താണ് ഉണ്ടായത്? ഛർദിച്ചത് എന്താ വെച്ചപ്പോ എന്താ പറഞ്ഞേ? കുറച്ച് പച്ചവെള്ളമൊക്കെ കൊണ്ടേ കൊടുത്തു കഞ്ചുടിച്ചോടെ കൊടുന്ന് കടത്തി. അതായത് ഗൈസ് ഇമ്മാക്ക് രാവിലെ വെച്ചപ്പോ തന്നെ തല മിന്നുണ്ട്, തല കറങ്ങുണ്ട് പറഞ്ഞാണ്ട് നടക്കാണ്. ഛർദിച്ചോണ്ടല്ലോ. എന്തൊക്കെ വണ്ടിയും വലിയും കൊണ്ടിട്ടാണ് അവ വരുന്നത്? എന്താണ് പ്രഷറിന്റെ ആണോ ഷുഗറിന്റെ ആണെന്ന് അറിയില്ല. ഷുഗറിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇമ്മ എന്താ അറിയോ, ഇമ്മ നല്ലോ മധുരം കൂട്ടും. ചായയിലാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സാധനത്തിലാണെന്നുണ്ടെങ്കിൽ ഇമ്മ നല്ലോ മധുരം കൂട്ടും. ഷുഗർ എങ്ങനെയാണോ നോക്കട്ടെ, അറിയില്ല എന്താണെന്ന്. കൊണ്ടുപോയാണ്ട് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇനി കൊണ്ടുപോയാണ്ട് ഹോസ്പിറ്റലിൽ കാട്ടി നോക്കണം, ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പൊ പെരഡിന്റെ ഇപ്പൊ കഴിഞ്ഞിട്ടില്ല, മാറിയിട്ടില്ല. ഇതാക്കണം ഇവിടെ ഉള്ളിൽ ബെൽറ്റ് ഇട്ട് കുത്തിരിക്കണുണ്ട്. അപ്പത്തിനടുത്തത് എന്ത് ചെയ്യാനാ? ബെൽറ്റ് ഇടുന്നില്ല കേട്ടോ. ബെൽറ്റ് വെറുതെ പേരിന് വേണ്ടി ബെൽറ്റ് ഇട്ട് എടുക്കാണ്. ഇത് വെറുതെ കടക്കുമ്പോ ഇടരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഫുൾ ടൈം ഇടരുത് പറഞ്ഞിട്ടുള്ളല്ലോ. അതന്നെ, ഇത് വെറുതെ ഉടായ്പും കാട്ടിയാണ്ട് പെടലൊരു സൈഡിക്ക് ഇതാക്കിയാണ്ട് തിരിഞ്ഞു നോക്കുക. എന്നിട്ട് ഏതത് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലേ മാമ? കൊണ്ടുപോയി നോക്കാം. ഇനി ഷുഗറിന്റെ ആണോ പ്രഷറിന്റെ ആണോ എന്താണെന്ന് അറിയില്ല. ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞാൽ ബി പി ഒന്ന് ചെക്ക് ചെയ്ത് തോന്നുന്നു. ബി പി ലോയത് അങ്ങനെ എന്തെങ്കിലും ആണോ? ഇനി ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പ്രഷറും ഷുഗറൊക്കെ മധുരം ചില്ലറ കൂട്ടലല്ലോ. അതല്ല, ഇന്നാളെ എനിക്ക് തലയിറക്കി ഇറങ്ങുമ്പോ ഇപ്പൊ എന്താണ് സാധാരണ തലയിറങ്ങി ഉഗല് എന്ത് കഴിയുമ്പോൾ തലയിറങ്ങി ഉഗല് പ്രഷർ അല്ല. ചെറിയ കുട്ടികൾക്ക് പ്രഷർ ഉണ്ടാവുമോ? ഇന്നാള് കഴിച്ച് ഞാൻ മൂത്ര ഒഴിച്ചാൽ നീച്ചുമ്പോ തലയിറങ്ങി പോണു. അത് ഉറക്കത്തിന് നീച്ചണ്ടില്ലതാക്കിയടാ. അതിനെ തലയിറങ്ങി കൊടുന്നിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ അത് അപ്പൊ എന്തോ ഒരു സംഭവം നമ്മളിത് കുറയുമ്പോഴാണ് നമുക്ക് തലയിറക്കം വരുന്നത്. ബി പി ആണോ എന്താ എനിക്കറിയില്ല. സൂചിയൊക്കെ സാരല്ല അറിയുന്നു. അപ്പൊ പിന്നെ എന്തായാലും നമ്മള് ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ട് നമ്മള് ദീനം മാറൂല. എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാം. വരി നീച്ച് അവിടെ നുള്ളി പൊറുക്കി കുത്തിരിക്കല്ലേ നീച്ച് അല്ലേ? പോയൊക്കെ കൈസ്. എന്തായാലും മഴ ഇത്രയും നേരം നല്ല മഴയല്ലേ മമ്മ? എജ്ജാതി മഴയാണ് രാവിലെ. ഇന്നോ രാവിലെ ഒന്ന് പെയ്തു, ചോറ് വെയിലൊക്കെ ഇറക്കി ഞാൻ തുണിയൊക്കെ കൊണ്ടിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ലൊരു മഴ ഇപ്പൊ പെരുഞ്ചതിയൊരു മഴ. പോലം വെയിലും പെരുമായി എന്താ ക്ലൈമറ്റിനൊക്കെ എന്താ പറ്റിയതെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ഇപ്പൊ രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല സുഖത്തിൽ ഉറങ്ങി. അതിൽ പിന്നെ കുറച്ച് കഴിയുമ്പോ പിന്നെ നീച്ചു പല്ലൊക്കെ തേച്ചാണ്ട് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോ അങ്ങനെ പിന്നെയും പരിചയമായി മഴ. എന്നിട്ട് ഇപ്പൊ കുറച്ചേരം മുമ്പ് തുറന്നിട്ടുള്ളൂല്ലേ? ഇപ്പൊ നല്ല വെയിലും ഉണ്ട്. എത്ര നേരത്തിനുണ്ടെന്ന് അറിയില്ല. ഇത് കാറ്റൊക്കെ ഉണ്ട്. ഏതത് പിന്നെ 3 ആൾക്കാർ ഇരിക്കുമ്പോ പിന്നെ ഇത് താവോ? അത് നോക്കട്ടെ. എന്തായാലും ഗൈസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കട്ടെ എന്താ പറയണോ നോക്കട്ടെ. ഇനി ഷുഗറിന്റെ ആണോ പ്രഷറിന്റെ ആണോ എന്താണാവോ? കേറിന്നാ അതെടുത്തു നിന്റെ കയ്യിലുണ്ട്. കേറിക്കോളി കേറിക്കോളി. നമ്മൾ തട്ടക്കുട്ടി നമ്മള് വീണ്ടും പറയണം. നല്ല ഇണങ്ങുന്നുണ്ട്. തൊടാനൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ആരും അതിനെ ചോദിച്ചു വരാനും നിക്കണ്ട. അതെ, ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് പോയി. കാരണം പറഞ്ഞപ്പോ പിടിച്ചാനൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ ആരും ചോദിച്ചു വരില്ല കേട്ടോ. ഇന്റേതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങക്ക് തരാൻ ഒരു ഇതില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ഞങ്ങളല്ലാതെ ഈ പെരിക്ക് ഒരാള് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഇപ്പം ഈ റോട്ടിൽ നിന്ന് ആര് വരികയാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ തോട്ടത്തിൽ എവിടുന്ന് വരികയാണെന്നുണ്ടെങ്കിലും ആരെ കണ്ടു കഴിഞ്ഞാലും ഒച്ച ഉണ്ടാക്കില്ല അമ്മ. നമ്മളല്ലാതെ വേറൊരാളെ കണ്ടു കഴിഞ്ഞാൽ ഒച്ച ഉണ്ടാക്കും. ഇപ്പൊ അങ്ങനെ കൂട്ടി കടന്ന് എന്തൊക്കെയാ ആക്കണ് കാട്ടുന്നത്? ഞങ്ങള് പോണീന് ആർക്കും ഇവിടുന്ന് പെരിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അതൊക്കെ അപ്പൊ കൂട്ടി കടന്ന് കാട്ടണ നോക്കിയാ എന്തൊക്കെയാ കാട്ടണേക്കണ്. ഞങ്ങൾ എവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഇമ്മമ്മ ഒറ്റക്കല്ല അറിയുന്നൊരു സന്തോഷം ഒച്ചപ്പാട്. അതാണ് പറഞ്ഞത്. ഞങ്ങളല്ലാതെ ഈ പെരിക്കാരിയിലും വന്നു കഴിഞ്ഞാൽ വിടൂല. പെരിഞ്ചാതി കരച്ചിലാക്കി. അപ്പൊ നമുക്ക് മനസ്സിലാവും ആരോ വരുന്നുണ്ടെന്ന്. മുന്നേ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ കണ്ടു നിക്കണല്ലോ. ഇപ്പൊ പെരിയില് പട്ടിന്റെ ആവശ്യമല്ലേ? നമുക്ക് ആരെങ്കിലും പെരിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇത് ഭയങ്കര ഒച്ചമുള്ള ഭയങ്കര ഒച്ച പെരിഞ്ചാതി സൗണ്ട് ആണ്. ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട്. അതിനൊക്കെ ഒരാൾ വരുമ്പോ ആരെങ്കിലും വരുമ്പോ കാട്ടിത്തണ്ടല്ലേ? നമുക്ക് കയറിക്കോളി നമ്മൾ പോയോക്കാം. നേരഞ്ഞ് മഴ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കട്ടെ. നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് എന്തോ നോക്കട്ടെ. ഉമ്മാന്റെ ബി പി നോക്കിയപ്പോ എന്താ പറഞ്ഞ? എന്താ ബി പി നോക്കിയപ്പോ എന്താ പറഞ്ഞേ? നോർമലാ? ബി പി നോർമലാണ്. ഇനിയിപ്പോ എന്താ മറ്റേ കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാനല്ലോ പറഞ്ഞേ?
എന്താ ഷുഗറും കൂടിയല്ലേ? ഷുഗറും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. കൂടിയല്ലേ ഷുഗറും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അതിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എന്തായാലും ഇത് ചെക്ക് ചെയ്ത് കഴിയട്ടെ. ഷുഗർ ചെക്ക് ചെയ്തു, ഷുഗറും ചെക്ക് ചെയ്തു, ബിപിയും ചെക്ക് ചെയ്തു. രണ്ടും നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. നോർമലിനെയാണ് 130 ഷുഗർ. നോർമലിനെയാണ് നന്നെ. ഷുഗർ എങ്ങനെയാണെന്നുണ്ടെങ്കിലോ മധുരം കുറച്ചോണ്ട് കഴിഞ്ഞാൽ കുറെ കാലമായി പറയണേ, തീരെ കേൾക്കില്ല. ഷുഗറിനല്ല, ഷുഗറിന്റെയും ബിപിന്റെയും ഒന്നല്ല. അപ്പൊ തലകറക്കത്തിന്റെ മരുന്നും ഇതൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണാവോ, ഞാൻ വിചാരിച്ചു ഷുഗർ ഒക്കെയാണോ വിചാരിച്ചാണ് എന്റെ പേടി. കാരണം ഷുഗർ നല്ലോണം പഞ്ചസാര കൂട്ടുന്നുണ്ട്. ഞാൻ അതാ വിചാരിച്ചു. മോട്ടർ കണ്ട് പുറത്തിരുത്തി അപ്പുറത്തുണ്ട്. എങ്ങനെയുണ്ട്? സൂചി അടിച്ചോ? ഒരു സൂചി അടിച്ചിട്ടുണ്ട്, തലകറക്കത്തിന്റെ ഒരു സൂചി അടിച്ചാണ്. കുഴപ്പമൊന്നുണ്ടാവില്ല, കീരം റെസ്റ്റ് എടുക്കാം. പിന്നെ അപ്പത്തേനും ഇവിടെ എടുത്ത് തലമിന്നല്ലോ കിളി പോവാണതേ. കിളി പറന്നു പോകുമ്പോഴാണ് അങ്ങനെ കാവല്. കിളി പറന്നു പോവാണത്, അല്ലാതെ പറഞ്ഞല്ല. പോവാ എമൗണ്ട് മറ്റേ മോന് പുറത്ത് കൊടുത്ത് പോയിക്കണം. ഓക്കെ, എന്തായാലും കേസ് ഇനി എന്തെങ്കിലും മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും കൂടി വാങ്ങിയിട്ട് നേരെ പോയൊക്കെ നോക്കട്ടെ. ഡോക്ടർ പറഞ്ഞത് നോർമലാണെന്ന് പറഞ്ഞേ. ഷുഗറും അതേപോലെ പ്രഷറും ഇതൊക്കെ നോർമലാണ്. അത് മരുന്നാണ്. തലവേനക്കില്ല കീരം എന്തിനും അല്ലാണ്, തലർക്കത്തിനാണ് തോന്നുന്നത്. പിന്നെ അനിയത്തിനെ വിളിച്ചു പറഞ്ഞില്ലേ, അനിയത്തി ഒന്നാമത് ഈ ലാബിന്റെ ഇതൊക്കെ പഠിച്ചോണ്ട് ഓളെ വിളിച്ച് സംഭവം ഷുഗർ ഒക്കെ എത്ര പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഓള് പറഞ്ഞു എല്ലാം നോർമലാന്ന് പറഞ്ഞത്. ഇങ്ങനെ നേരെ പെരി പോയല്ലോ, പെരി പോട്ടെ ഗൈസ്. അല്ലേ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഒരു സൂചി അടിച്ചു കൊടുത്തേനെ, സൂചി അടിച്ചേനെ, അപ്പൊ കുഴപ്പമുണ്ടാവില്ല. ഇനി അത് ബ്ലഡ് എടുത്താണ് മതി. പെരി പോയല്ലോ, കുഴപ്പമില്ല. എന്നാ വണ്ടി എടുക്ക പോവാ. ഗൈസ്, ഞങ്ങളുടെ നാട്ടിൽ പെരിഞ്ചാതി മഴയും കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ നല്ല മഴയാണെന്നൊക്കെ. ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്തിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ കാട്ടിത്തരാം കേട്ടോ. ഇത് നോക്കിയാ മണ്ണിടിച്ചല്, അതായത് ഞങ്ങളെ റോഡാണിത്. ഈ റോട്ടിൽ കൂടെ പോണ വഴിക്ക് മണ്ണിടിച്ചലാണ്. ഒരു സ്ഥലത്തല്ല കേട്ടോ, ഇതൊക്കെ റോട്ടിക്ക് മണ്ണിടിഞ്ഞാണ്ട് വന്നിക്ക. ഇവിടെ അവിടെയൊക്കെ ഇടിഞ്ഞിട്ട് നോക്കിയാ, ഇവിടെയൊക്കെ ഇടിഞ്ഞ് റോട്ടിലൊക്കെ വന്നാണ്ട് ഇവിടെയൊക്കെ ആകെ ചള്ളിയാണ് ഇപ്പൊ. നോക്കിയാ അവസ്ഥ നോക്കിയാ എന്തല്ലേ. ഇതിങ്ങനെ ഇടിഞ്ഞോണ്ടേ നിക്കൂലടാ, കാരണം എവിടെ ഒരു ഇതില്ലല്ലോ. കുറെ സ്ഥലത്ത് ഇടിഞ്ഞു കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ ഇടിക്കും. ഇപ്പുറത്ത് പോയാണ്, അപ്പുറത്തെ ഭാഗം പോയാണ്, ഈ റോഡിന്റെ അപ്പുറത്തെ ഭാഗം പോയാ എന്താകും എന്തല്ലേ. നമ്മളെ പേരന്റെ അവിടെ എത്തണം, അവിടെ ആ ഭാഗത്തും ഉണ്ടിഞ്ഞ്. അതേപോലെ ഈ ഭാഗത്തും ഉണ്ടോ, അതൊക്കെ അതേപോലെ ഇടിഞ്ഞു കിടക്കാണ്. നോക്കിയമ്മ സീനാണ്. ഇതൊക്കെ ഇവിടെ ഇടിഞ്ഞിട്ട് നോക്കിയാ ആകെ സീനായിക്കണ്. ഇവിടെ ഒരു വണ്ടി വന്നു കഴിഞ്ഞപ്പോ ലോക്കായല്ലോ അല്ലേ. മണ്ണ് ഇത് വേരില്ലാത്തതുകൊണ്ടാ. അങ്ങനെ വേരൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ വേരുകളൊക്കെ ഉണ്ട്. പിന്നെന്താ ഇങ്ങനെ ഗൈസ്, ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ പുതിയ പേര കേട്ടണത്. ഞാൻ കാട്ടിത്തരാം. തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ അതേപോലെ ഇടിഞ്ഞു കിടക്കാണ്. ഇത് നോക്കിയാ ആകെ ഇടിഞ്ഞാണ്. നമ്മളെ പുതിയ പേരയാണ് ആ കാണുന്നത്. അതാണ് നമ്മളെ പുതിയ പേര. ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ വലിയൊരു മല. ഈ മലയാണ് അതേ മലയ്ക്ക് ഇടിഞ്ഞുകൊണ്ട് നിക്കണേ. എന്താകുമെന്ന് അറിയില്ല. നല്ല സ്ഥലത്ത് എന്തായാലും പേരെ കൊണ്ടുവന്നാണ്ട് വെച്ചിരിക്കണേ. നമുക്ക് പറയാല്ലേ, ഒന്നും പറയാണ്ടാവില്ല. എങ്ങനെ പറയാണ്ടാവുക? ഞാൻ നേരെ നമ്മളെ വില്ല വരിക്ക് പോയോ കേട്ടല്ലേ. ഇതേ മൈക്കൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ സുഖാടാ. മിക്കവാറും പൊളിഞ്ഞാടാൻ ചാൻസ് ഉണ്ടാവില്ലല്ലേ. ഇതേ മൈക്ക് കെട്ടിയേക്കാണെന്നുണ്ടെങ്കിൽ തൊഴിലുറപ്പാര് കെട്ടി വെച്ചതോ. ഇതേ മൈക്കൊക്കെ കെട്ടിയേക്കാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. മാട്ടാണ് ഇവിടെ ഇതേ മൈക്കൊക്കെ ഗൈസ് അവിടെയൊക്കെ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനി മണ്ണ് ഇടിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ഇടിയും. നമ്മളിവിടെ പെരീക്ക് വന്നപ്പോ നമ്മളെ തത്തമ്മ കാട്ടിക്കൊട്ടു നോക്കിയാ എന്തൊക്കെ കാട്ടിക്കൊട്ടിട്ടുണ്ട്. തൊപ്പൊക്കെ പൊന്തിച്ചാണ്ട് കണ്ടിട്ട് പേര് വച്ചി വിളിക്കേണി. മമ്മ ഷുഗർ പറഞ്ഞ എന്താ അറിയോ, ഷുഗർ പ്രശ്നമാണ്. ഷുഗർ ഒന്നുമില്ലാന്ന്, ഷുഗർ ഇല്ലാന്ന്, ഒന്നുമില്ലാന്ന്, ഓരോ നോർമലാണെന്ന്. ഉമ്മാന്റെ അടവാണിന്നൊക്കെ കള്ളത്തരം കാട്ടിയതാണെന്ന്. സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് കളപ്പാടി ഇമ്മമാക്കുള്ളാന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി കള്ളത്തരം കാട്ടിയാണ്. ഒന്നുമില്ല മമ്മ, നോർമലാണ്. നോർമല് ഷുഗർ ഒക്കെ നോർമലാണ്. പിന്നെ തലടങ്ങിയ എന്താണാവോ
അപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ എപ്പ നോക്കിയാലും അറിയും. എന്തായാലും മരുന്ന് തന്നെയാണ്. അതൊക്കെ നോർമലാണ്. BP ഇതൊക്കെ നോർമലാ. ചിലപ്പോ രാവിലെ അതാണ് തോന്നുന്നത്. ഉറക്കത്തൊന്നും നീച്ചിന്റെ തല മിന്നിയാക്കി തരാം. ഇമ്മ നീച്ച് തലച്ചോറ് അറിഞ്ഞാണില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ പേരെങ്ങനെ കറങ്ങണ്ട. അതില് പിന്നെ ഇങ്ങനെ കൊറേ കണ്ണും പോയി കിടന്നു. അപ്പോഴും പിന്നെ തുറന്നിരുന്നു. അപ്പോഴും അപ്പൊ പിന്നെ ഛർദിക്കാൻ വരും. മീന് കൂട്ടാൻ വെക്കി. കൂട്ടാൻ ഞാൻ കുറച്ചിരിക്കട്ടെ. ഏതായാലും എന്താണ് ഗൈസ്, മഴ ചെയ്തിട്ട് വെള്ളം ആകെ കെട്ടിക്കാനോടെ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടില് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഗൈസ്. എന്തല്ലേ എല്ലായിടത്തും തന്നെ. നിങ്ങൾ ഉള്ളിൽ കയറിക്കോ. മരുന്ന് കിട്ടിയ കൊണ്ടാണ് കുടിച്ച് കുത്തിരുന്ന പോലെ. അല്ലാപ്പ എന്താ ചെയ്യാ? അടുക്കള ഭാഗം കേട്ടത്. ഇതൊക്കെയാ വെള്ളം കെട്ടിക്കണ നോക്കിയാ. അതിനെന്താ അടുക്കള ഭാഗം കാട്ടി കൊടുക്കണേ? ചെയ്യാൻ പറ്റൂലല്ലോ. മഴ ചെയ്താണ്ട് വെള്ളം കെട്ടിക്കല്ലോ. എന്താ ചെയ്യപ്പോ നമ്മള്? കുറച്ച് വെള്ളം ഉള്ളു കേട്ടോ. അവിടെ ഇങ്ങനെ നേരെ വെള്ളം പോകാൻ. ഈ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റൊക്കെ എടുത്ത് കളഞ്ഞാൽ മതി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റൊക്കെ എടുത്ത് കളഞ്ഞാൽ മതി. ഇന്നത്തിന് വെള്ളം കെട്ടിക്കൽ മാറും. ഇതെല്ലാ പ്ലാസ്റ്റിക്കും ചണ്ടിയും ചരങ്ങും എല്ലാം അടുക്കള ഭാഗത്ത് കൊണ്ടുപോയിടും. അകത്ത് കയറണോ? അത് ചെരുപ്പിട്ടില്ല നമ്മള്. ഇവിടെ ഇത് കെട്ടി അതൊന്ന് കൊഞ്ഞാടിന്റെ അങ്ങോട്ട് വരുവുള്ളൂ. ഇവിടെ നമുക്കൊരു ഷീറ്റ് അങ്ങോട്ട് വലിച്ച് കെട്ടാനും പറ്റൂല. കാരണം ഇത് നോക്കുകള് ഇവിടെ ആകെ ഒടിഞ്ഞു കുത്തിരിക്കണം. ഞാൻ ഒന്നും പിടിച്ചല്ലേ. ഇതൊക്കെ ആകെ പൊട്ടി കുത്തിരിക്കാണ് ഗൈസ്. അതായത് ഈ മഴച്ചാറ്റില് മഴ പെയ്തിട്ട് ഈ ഷീറ്റിന്റെ കനം തൂങ്ങി കഴിഞ്ഞാൽ നന്നായിട്ട് പോരും. എങ്ങനെ പോണോട്ടോളം പോട്ടെ. ഒന്നും കാട്ടാൻ പറ്റൂല. പോണെടുത്തോളം പോട്ടെ എന്നാണ് ഉമ്മ പറയണേ. സീറ്റും കമ്പി ഒന്നും നിങ്ങൾക്ക് ആകെ ഒന്നായി നിൽക്കാടേ. അതാണ് കണ്ടോ ഗൈസ്. ഇവിടെയൊക്കെ കണ്ടോ ഈ കൗക്കാര് ഇതൊക്കെ ആകെ പൊട്ടി തയ്ക്കണ്. ഇവിടെ ആകെ തൂങ്ങിക്കണം. അതാണ് പ്രശ്നം. ഇവിടെ ആകെ പൊട്ടി തൂങ്ങിക്കണത് കണ്ടോ. എങ്ങനെ മാമ? അതന്നെയാണ് പറഞ്ഞേ. ഇങ്ങനെയൊക്കെയാണ് അപ്പൊ സംഭവം. അങ്ങനെ ഞങ്ങള് കുളി മാറ്റില് നിസ്കാരമൊക്കെ കഴിഞ്ഞാണ്ട് ഇപ്പൊ അതാക്കണ ഫുഡ് കഴിക്കാൻ വേണ്ടി നിക്കാണ്. സമയം ഇപ്പൊ ഏകദേശം എത്രയായി? ഏകദേശം ഒരു 3:15 എത്ര മാമ? 3:15 3:15 ചെറിയൊരു നിക്കാണ്ട്. അപ്പൊ കൂട്ടുകാരന്റെ നിക്കാണ്ട്. അപ്പൊ അതിനും കൂടി പോണം. അപ്പൊ ഞങ്ങളൊക്കെ കുളിച്ച് മറിയാൻ ഡ്രസ്സൊക്കെ ഇട്ടു. നിങ്ങള് ചോദിച്ചോ? ഉമ്മ വന്നിട്ടില്ല അപ്പൊ? അപ്പൊ ഇത് ഒക്കെ ആയി. ഞാൻ കുളിച്ച് അതാണപ്പൊ സംഭവം. അതായത് എല്ലാ പണി ഇമ്മമ്മ ഒറ്റക്ക് എടുക്കണം എന്നാണ് ഉമ്മമ്മ പറയുന്നത്. എന്താ പറയുക? ചോദിച്ച പേര്. അതെ മോണ്ടനല്ലേ ഗൈസ്. മുന്നേ ഉണ്ട് ഇവിടെ. മുന്നപ്പോ വന്നിങ്ങനെ കല്യാണിക്ക് പോകാൻ വേണ്ടിട്ട് വന്നാണ്. വാടാ വാ കുറച്ച് തിന്നാ. വാ തിന്നണ്ടേ? കുറച്ച് തിന്നോളൂ മമ്മ. എവിടെ സ്ഥലം? ഇവിടെ ഇടയ്ക്കരുത് തന്നെ. മുന്നേ വാടാ. ഡാ ഇത് തിന്നിട്ടാ പോന്നേ. വാ. മുന്നന്റെ കാലിന്റെ ലിഗ്മെന്റ് പോയി കിടക്കാണ്. അതായത് ചെക്കൻ കളിച്ചാൻ പോയിട്ട്, പന്ത് കളിച്ചാൻ പോയിട്ട്. അതായത് ഞാനും ബനും ഓനൊക്കെ 2 ദിവസം മുമ്പ് കളിച്ചാൻ പോയി. അപ്പൊ കാലിലേക്ക് കുത്തിരിക്കുക. എടാ എന്റെ കാല് കാട്ടിക്കാൻ മുന്നേ. ഗൈസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതാണ് എന്റെ കാലിന്റെ അവസ്ഥ. കുറച്ച് കളി മേത്താവണ്ടേ. നല്ല എരുണ്ടോ? അല്ല ഇത് നല്ല എരിവില്ല മുളകാണ്. വാങ്ങണത് ഇന്ത്യക്ക് കുറച്ച് കറി വെച്ചു. കുറച്ച് മുളക് ഉണ്ടായിക്കോട്ടെ. കുറച്ച് പറഞ്ഞപ്പോ അത് എത്തിട്ടുള്ളൂ. അത് ശരി. നല്ല മീൻ വാങ്ങിക്കൊണ്ടിരുന്നത്. അതാണ് എന്റെ എരിട്ടാണ് കോളാക്കുകയും ചെയ്തു. നമ്മള് ഗൈസ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. മുന്നിന്റെ കാല് കാട്ടി തരാട്ടോ. എന്താ മുന്നിച്ച് കാട്ടിയത്? ഫുട്ബോൾ കളിച്ചോ? മതിയായോ? എന്താ പറഞ്ഞ? എന്താ വൈദ്യരെന്താ പറഞ്ഞേ? ഡോക്ടറാ? ഇജ്ജ് ഹോസ്പിറ്റലിൽ ആദ്യം വൈദ്യരത്ത് പോയി ഊഹിച്ചു. എന്നിട്ടെന്താ കുഞ്ഞു ബാൻഡേജ് ഒട്ടിച്ചു. എന്നിട്ട് പിന്നെ ഡോക്ടർ ഇതെത്തിനോ? എക്സ്റേ എടുത്തിനോ? അതിലൊന്നുമില്ലല്ലോ. ആണോ? അത് കുഴപ്പമില്ല. 2 ആഴ്ച റെസ്റ്റ്. ഫസ്റ്റ് ദിവസമാണ്. നിന്നിട്ടാണ് വണ്ടി ഓടിച്ചാണ്ട് നടക്കണേ. 2 ആഴ്ച റെസ്റ്റ് പറഞ്ഞിട്ട് അതിന് വേണം മുന്നേ സമ്മതിച്ചാലേ. അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. ഉമ്മക്ക് എന്താ ഇപ്പം? ഇപ്പൊ തലർക്കണ്ടോ? സെറ്റല്ലേ ഗൈസ്?
ഉമ്മാക്ക് തല അടങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. ഷുഗർ ആണ് നോക്കി, ഷുഗർ അല്ല ഇപ്പൊ ഭാഗ്യത്തിന് ഷുഗർ ഒന്നല്ല. അമ്മമ്മക്ക് എന്താ പറയല്ലേ അതിന്? എന്താ ചോദിച്ചാൽ അവര് തലറങ്ങി ഛർദിച്ചു അല്ല എന്താ പറഞ്ഞ ആശുപത്രി കൊണ്ട് ഷുഗർ ആയില്ലല്ലോ, ഷുഗറും പ്രശ്നമൊന്നും അല്ല. പിന്നെ ഒക്കെ നോർമലാണെന്നാ പറഞ്ഞേ. ഭാഗ്യം. എന്റെ പേടി അതാണ് ഷുഗർ ആണെന്നുണ്ടെങ്കില്. അപ്പൊ ഞാൻ ഷുഗർ എങ്ങാനാവട്ടെ എന്ന് വിചാരിച്ചില്ലേ. അങ്ങനെ ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിലും ഉള്ളടാ കുടുംബത്തിൽ. അങ്ങനൊന്നല്ല, മധുരൊക്കെ ഓവറായിട്ട് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗർ വരുവാന്നറിയില്ലേ? ഇവിടെ പഞ്ചാര വാങ്ങണ്ട. ഞാൻ എനിക്ക് പറഞ്ഞതിന് ദിവസം ഞാൻ മധുരം കുറച്ചിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്, മധുരം കുറക്കുക. അങ്ങനെ വല്ല ദീനം കൂടി കഴിക്കാൻ ശർക്കര എനിക്ക് ശരിക്കും ചായ കുടിച്ചാ പൂതിന്റെ കുടിച്ചോ? മധുരം കുറച്ചിട്ടുണ്ട്, ചായ കുടിച്ചിട്ട് പോണില്ല. മധുരം കുറച്ച് കൂട്ടിയാൽ മതി. ഇത് ഒന്നായിട്ട് ചിന്തലല്ലേ അമ്മ? ഇമ്മ ഒന്നായിട്ട് ചിന്തലാണ് എനിക്ക്. ഞാൻ ഇട്ടതിന്റെ കുറച്ച് പിന്നെ പോയിട്ട് കുടിച്ചു. ഇപ്പൊ കൊറേ കുറവുണ്ട്. കുറച്ചുകൊണ്ട് മധുരം കുറച്ചുകൊണ്ട്. അപ്പൊ ഗൈസ് ഇന്ന് മണി കൊണ്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ തലർക്കം ചെറുതായിട്ട് ഉണ്ടോ, ഒരു ഇഞ്ചക്ഷൻ അടിച്ചാണ്, പിന്നെ കുപ്പിമരുന്ന് എന്തൊക്കെ കൊടുത്താണ്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. അതിലെല്ലാവർക്കും അസ്സലാമു അലൈക്കും ഗൈസ്. എന്നാ ഒരു പെടൽ വിളിക്കാണ്ടെന്ന് പറഞ്ഞാലേ. ഓക്കെ പെടലൊക്കെ കുഴപ്പമില്ല. ഓക്കെ വരുന്നില്ലേ? ഓക്കെ.